ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിനിവേ ധ്യാനത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുറച്ചു പേർക്കെങ്കിലുമൊക്കെ ഒരു കൗതുകമുണ്ടായിരിക്കും, എന്താണ് ഈ നിനിവേ ധ്യാനം എന്നത്. നമ്മുടെ സഭയിൽ പരമ്പരാഗതമായുള്ള ഒരു നോമ്പാണ് 3 നോമ്പ്. നിനിവേ യാചന എന്ന് പേര് വിളിക്കുന്ന 3 നോമ്പ്. അത് 50 നോമ്പിൻ്റെ പേത്രത്തായിൽ നിന്ന് 3 ആഴ്ച പുറകോട്ടെടുത്ത് ആ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ നോമ്പെടുത്ത് വ്യാഴാഴ്ച തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ക്രമമാണിത്. അതിൻ്റെ കാരണം ഒന്ന്, അത് ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. യോന പ്രവാചകൻ്റെ വാക്കുകൾ കേട്ട് നിനിവേ നിവാസികൾ നോമ്പെടുത്തതിൻ്റെ പശ്ചാത്തലം, പിന്നീട് സഭയിലുണ്ടായ, ചരിത്രത്തിലുണ്ടായ ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടും ഇതിനെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്, വ്യാഖ്യാനിക്കാറുണ്ട്. സീറോ മലബാർ സഭയിൽ പ്രത്യേകിച്ച് നോമ്പിൻ്റെ സീസൺസ് 5 എണ്ണമുണ്ട്. ഇപ്പോഴൊക്കെയല്ലേ നമുക്കിത് അറിയാൻ പറ്റൂ. അതുകൊണ്ട് ഈ കൂട്ടത്തിലങ്ങ് പഠിച്ചേക്കണം. പഠിക്കാൻ എളുപ്പത്തിന് പറയാം. ഒന്നാമത്തത്, ഈശോയുടെ പിറവിക്ക് മുമ്പ് 25 ദിവസത്തെ നോമ്പ്. മാതാവിൻ്റെ പിറവിക്ക് മുമ്പ് 8 ദിവസത്തെ നോമ്പ്. 2 നോമ്പ് കഴിഞ്ഞു. 25 നോമ്പ്, 8 നോമ്പ്. ഈശോയുടെ ഉയർപ്പിന് മുമ്പ് 50 ദിവസത്തെ നോമ്പ്. മാതാവിൻ്റെ ഉയർപ്പ്, സ്വർഗാരോപണത്തിന് മുമ്പ് 15 ദിവസത്തെ നോമ്പ്, 15 നോമ്പ്. പിന്നെ ഈ 3 നോമ്പ്. അപ്പോൾ ഇനി പ്രോഗ്രസീവ് ഓർഡറിൽ മനസ്സിലാക്കിയാൽ 3 നോമ്പ്, 8 നോമ്പ്, 15 നോമ്പ്, 25 നോമ്പ്, 50 നോമ്പ്. നമ്മളിൽ പലരും ഇതാദ്യമായിട്ട് കേൾക്കുന്നു എന്നതാണ് നമ്മുടെ സഭയുടെ ദയനീയ അവസ്ഥ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ സഭയുടെ നോമ്പിനോട് ചേർന്ന്, സഭയുടെ ഔദ്യോഗിക നോമ്പിനോട് ഇന്നത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് പുതിയ നോമ്പുകളൊക്കെ ഒത്തിരി ഉണ്ടായി വരുന്നുണ്ട്. ഓരോ കാര്യസാധ്യത്തിൻ്റെ നോമ്പ് പ്രാക്ടീസസ് കൂടി വരുന്ന കാലമാണ്. ഓരോ കേന്ദ്രങ്ങളിൽ നിന്ന് പുതിയ പുതിയ നോമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ സഭയുടെ ഔദ്യോഗിക നോമ്പ്, പരമ്പരാഗതമായി നമ്മുടെ പൂർവികർ എടുത്തു വന്നിരുന്ന നോമ്പ് നമുക്ക് കൈമോശം വന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷാലോം TV-യിൽ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. എന്താണത് കാര്യം? സഭയോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുന്ന ശുശ്രൂഷയാണ് ഈ നിനിവേ ധ്യാനം എന്നോർക്കണേ. ഈ 3 നോമ്പ്, ഈ 3 ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈകാര്യം ചെയ്യുന്ന വിഷയം, അത് ഞാനും ഗൗരവത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു വിഷയമാണ്. നിങ്ങളോട് ഞാൻ ആമുഖത്തിൽ പറയട്ടെ, ലാഘവത്തോടെ ഈ ശുശ്രൂഷ കേൾക്കരുത്, ഒന്നും മനസ്സിലാകില്ല. വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. 3 ദിവസം കൊണ്ട് ദൈവം സഹായിച്ചാൽ താല്പര്യത്തോടെ കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് ഒരു വലിയ രഹസ്യത്തെ പങ്കുവെച്ച് കൊടുക്കുവാൻ ഞാനും ഒരുങ്ങുകയായിരുന്നു. അതുകൊണ്ട് താല്പര്യത്തോടെ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ശുശ്രൂഷയിൽ കയറാതിരിക്കുക. അങ്ങനെ ആരും ഇതിനകത്ത് പങ്കെടുക്കണ്ട. ഇന്നത്തെ ഒരു പൊതു ഒഴുക്കതാണ്. ഇതിനകത്ത് വന്നിട്ട് എന്താണ് കിട്ടപ്പോര്? രോഗം മാറുമോ? ഈ ശുശ്രൂഷ 3 ദിവസം കൂടിയാൽ രോഗം മാറുമോ? ഞങ്ങളുടെ ജോലി കിട്ടുമോ? OET പാസ്സാകുമോ? വീട് പണി 3 ദിവസം കൊണ്ട് തീരുമോ? അങ്ങനത്തെ വല്ല ഗിമ്മിക്സ് കണ്ടിട്ട് ഈ ശുശ്രൂഷയിൽ ദയവ് ഇതാരും പങ്കെടുക്കരുത്. ദൈവസ്നേഹത്തിൽ ജ്വലിച്ച് പങ്കെടുക്കാൻ പറ്റുന്നവരെയാണ് ഞാൻ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റിങ്ങോ ഇതിൻ്റെ വ്യൂസിൻ്റെ എണ്ണമോ അല്ല നമ്മുടെ കൺസേൺ. മറിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ ജ്വലിക്കുന്ന ഒരു ചെറിയ സമൂഹം രൂപപ്പെടണം ഇനിയുള്ള കാലത്തെങ്കിലും. ദൈവസ്നേഹത്തെ പ്രതി കർത്താവിൻ്റെ വചനം കേൾക്കുന്നവർ, ദൈവസ്നേഹത്തെ പ്രതി, നമുക്ക് കിട്ടുന്ന മെച്ചത്തെ ഓർത്തല്ല, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഒരു സമൂഹം ഇനി ഉണ്ടാകണം. ആ മനസ്സോടെ വേണം ഈ 3 ദിവസ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ. 1-2 കാര്യങ്ങൾ പ്രത്യേകമുണ്ട്. ഒന്ന്, പതിവായിട്ട് ഞാൻ പറയുന്ന കാര്യം, ബൈബിൾ എടുത്ത് വെച്ചേക്കണം. ഒത്തിരി കൊട്ടേഷൻസ് ഇന്നിപ്പം 1-2 പറയുന്നുണ്ട്. 3-ാം ദിവസം നമ്മൾ കൃത്യം ബിബ്ലിക്കലായിട്ട് തന്നെ പോകും. 3-ാം ദിവസം ഒരു വലിയ രഹസ്യം പറയും. അതുകൊണ്ട് സാധാരണ 1-ാം ദിവസം ഭയങ്കര ആവേശമായിരിക്കും, 2-ാം ദിവസം തണുക്കും, 3-ാം ദിവസം നിലം പറ്റും. ശരിക്കും ഞാൻ 3-ാം ദിവസത്തേക്കാണ് ഏറ്റവും ശ്രേഷ്ഠമായത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു വലിയ രഹസ്യത്തെ. ഇത് മുഴുവൻ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുർബാനയെക്കുറിച്ച് ആളുകൾക്ക് അറിയാൻ താല്പര്യം കാണിക്കുന്നത് ഏറെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു പൊതു ട്രെൻഡ് അതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുർബാനയൊക്കെ തർക്കത്തിൻ്റെ വിഷയമായിരിക്കുന്ന ഒരു കാലത്ത്, ഐക്യത്തിൻ്റെ കൂദാശ തർക്കത്തിൻ്റെ വിഷയമായിരിക്കുന്ന ഒരു കാലത്ത്
ദൈവജനം ആഗ്രഹിക്കുന്നു എന്ത്? ഞങ്ങൾക്ക് കുർബാനയെക്കുറിച്ച് കൂടുതൽ അറിയണം. അപ്പം നമുക്ക് മനസ്സിലാകുകയാണ് ഈ കൺഫ്യൂഷൻസ് ഒക്കെ കൊണ്ട് ദൈവം ഒരു നന്മ ഉണ്ടാക്കിയെടുക്കുന്നത് കൺമുമ്പിൽ കാണാൻ പറ്റുകയാണ്. ആൾക്കാർക്ക് ഇപ്പോൾ ആഗ്രഹമുണ്ട് കുറച്ചുകൂടെ കുർബാനയൊന്ന് മനസ്സിലാക്കണം, ഇതുവരെ അർപ്പിച്ചതുപോലെ അർപ്പിച്ചാൽ പോരാ, എന്താ ഇത്ര കൺഫ്യൂഷൻ, ഞങ്ങളൊന്ന് അറിയട്ടെ എന്താണ് ഇതിൻ്റെ കാരണം എന്നൊക്കെ. ഞാനതിൻ്റെ ലിറ്റർജിയിലേക്കോ അതിൻ്റെ ആരാധനാക്രമ വിധികളിലേക്കോ അല്ല നമ്മുടെ ഈ 3 ദിവസത്തെ ധ്യാനം പോകുന്നത്. നമ്മളതിൻ്റെ ദൈവശാസ്ത്ര മാനത്തിലേക്ക്, അതിനകത്ത് വലിയൊരു രഹസ്യം കിടപ്പുണ്ട് പ്രിയമുള്ളവരെ. ആ രഹസ്യത്തിലേക്ക്, അതിൻ്റെ ഒരു മൂല മുഴുവനൊന്നും നമ്മളെ കൊണ്ടാവതില്ല, ഒരു മൂലയെങ്കിലും, ഒരു ഇത്തിരി പോകുന്ന ഒരു ഏടെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒരുമിച്ച് യാത്ര ചെയ്യണം. ഒന്ന്, ബൈബിൾ എടുത്ത് അടുത്ത് വെച്ചേക്കണം. രണ്ടാമത്തത്, നിർബന്ധമായും ഒരു പേനയും ഒരു ബുക്കും കയ്യിലുണ്ടാകണം. നിർബന്ധമായും ഒരു പേനയും ഒരു ബുക്കും കയ്യിലുണ്ടാകണം. അങ്ങനെയൊക്കെ വാശി പിടിക്കാൻ കാര്യം, നമ്മളൊക്കെ നല്ല ശ്രോതാക്കളാണ്, കേട്ട് തകർത്തുകൊണ്ടിരിക്കുക. എന്തോരമായി കേൾക്കുന്നത്. നമ്മൾ ഈ പാട്ടൊക്കെ വെച്ചോണ്ടിരുന്ന് ചില പണി ചെയ്യുന്ന പോലെ ആയിട്ടുണ്ട്. വചന പ്രഘോഷണങ്ങളൊക്കെ സൈഡിൽ കൂടെ നടക്കട്ടെ, ഒരു സുഖമാണ്, അതവിടെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ഞങ്ങളുടെ പണി ചെയ്യാം. അരുത്. ഈ ശുശ്രൂഷ 3 ദിവസം പങ്കെടുക്കുന്നവർ, നിങ്ങളൊരു പേനയും ഒരു നോട്ട്ബുക്കും കയ്യിലെടുക്കണം. കാരണം ഈ കേൾക്കുന്നതുണ്ടല്ലോ, കേൾക്കുന്ന നേരത്തെ മനസ്സിലാവുമെന്നൊക്കെ തോന്നും, പക്ഷെ പിന്നീട് നമ്മുടെ കൈ കാണത്തില്ല. അത്ര എളുപ്പമല്ലല്ലോ. അതുകൊണ്ടാണ് അതൊന്ന് കുറിച്ചെടുത്തേക്കുക. നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ തുടങ്ങുന്നത്, ഈ നിനിവേയിൽ ചെന്ന് യോന അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. മാനസാന്തരത്തിൻ്റെ കാഹളം മുഴക്കുകയാണ്. അത് മുഴക്കിക്കഴിഞ്ഞപ്പോൾ ഈ നിനിവേ നിവാസികൾക്ക് ബോധമുണ്ടായി ഞങ്ങളുടെ പാപാവസ്ഥയെക്കുറിച്ച്. അവരനുദപിച്ച് ചാക്കുടുത്ത് ചാരം പൂശി. അപ്പം അവരുടെ അനുതാപത്തിൻ്റെ അല്ലെങ്കിൽ പാപപരിഹാരത്തിൻ്റെ മാർഗമായിരുന്നു ചാക്കുടുത്ത് ചാരം പൂശിയത്. അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. പഴയ നിയമത്തിൽ ആകമാനം ഈ കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം എന്നൊരു ചിന്ത പഴയ നിയമത്തിൽ ആകമാനം കിടപ്പുണ്ട്. അതെവിടുന്നെങ്കിലും ഒരു സ്ഥലത്തല്ല, പലയിടത്ത്. ഉദാഹരണം, ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം എടുക്കാം. നിങ്ങൾക്ക് ബൈബിളുള്ളവർ എടുക്കുക. ഇനി ബൈബിൾ ഇല്ലെങ്കിൽ ഒന്ന് കുറിച്ചിട്ടേക്കുക. ജോബ് 1:5 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാകാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ച് ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്തു. പാപം ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ് ജോബ് പുത്രന്മാർക്ക് വേണ്ടി പരിഹാര ബലി അർപ്പിക്കുകയാണ്. ഇനിയുമുണ്ട് ലേവ്യരുടെ പുസ്തകം. ലേവ്യരുടെ പുസ്തകത്തിലാണല്ലോ ഈ കർമ്മവിധികളെക്കുറിച്ചുള്ള സൂചനകളൊക്കെ കിടക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 5-ാം അധ്യായം, ലേവ്യർ പുസ്തകം 5-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ലേവ്യർ 5 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണത്: ഇവയിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരുവൻ കുറ്റക്കാരനാണെങ്കിൽ അവൻ തൻ്റെ പാപം ഏറ്റുപറയണം. അവൻ ഒരു പെൺ ചെമ്മരിയാടിനെയോ പെൺ കോലാടിനെയോ കർത്താവിന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം. പുരോഹിതൻ അവന് വേണ്ടി പാപപരിഹാരം ചെയ്യുകയും വേണം. അപ്പോൾ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം, പരിഹാര ബലി അർപ്പിക്കണം എന്നൊരു ചിന്ത പഴയ നിയമത്തിൽ ഉണ്ട്. പക്ഷേ ഈ പഴയ നിയമത്തിലെ പാപപരിഹാര ബലിക്ക് ഒരു അപകടമുണ്ട്, ഒരു കുറവുണ്ട്. അപകടമല്ല, ഒരു കുറവുണ്ട്. എന്താണ് ആ കുറവ്? ആ കുറവ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 4-ാം വാക്യം. ബൈബിൾ എടുക്കുക. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 4-ാം വാക്യം. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: കാരണം കാളകളുടെയും കോലാടുകളുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കിക്കളയാൻ സാധിക്കുകയില്ല. പാപപരിഹാരാർത്ഥം ആ ജനം അർപ്പിച്ച ബലികളൊന്നും അവരുടെ പാപം മായ്ച്ചു കളഞ്ഞില്ല എന്ന് ഹെബ്രായ ലേഖകൻ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പം പിന്നെ പാപപരിഹാര ബലി, യഥാർത്ഥമായ പാപപരിഹാര ബലി അന്ന് നിനിവേ നിവാസികൾ, ശ്രദ്ധിച്ചേ, നമ്മൾ വന്ന ഈ ട്രാക്ക് മനസ്സിലാക്കണേ. നിനിവേ നിവാസികൾ പാപപരിഹാരമായിട്ട് എന്ത് ചെയ്തു? അവർ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ചു. പഴയ നിയമ ജനത പാപപരിഹാരത്തിനായി എന്ത് ചെയ്തു? ജോബ് ബലിയർപ്പിച്ചു. ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നു ബലിയർപ്പിക്കണം. പക്ഷെ ഹെബ്രായ ലേഖകൻ പറയുന്നു ആ പരിഹാര ബലികളൊന്നും അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചില്ല. കുഞ്ഞാടിൻ്റെയോ കോലാടിൻ്റെയോ കാളയുടെയോ രക്തത്തിന് പാപപരിഹാരം കൊണ്ടുവരാൻ സാധിച്ചില്ല. അപ്പോൾ യഥാർത്ഥമായ പാപപരിഹാരത്തിൻ്റെ ബലി അർപ്പിച്ചത് ആരാണ്? അത് കർത്താവ് തമ്പുരാൻ കുരിശിൽ പാപപരിഹാരത്തിൻ്റെ ബലി അർപ്പിച്ചു. പാപപരിഹാരത്തിൻ്റെ ബലി
അർപ്പിച്ചു. അപ്പം ഇന്ന് നിനിവേ ധ്യാനം എടുക്കുന്ന നമ്മൾ നമ്മുടെ പാപപരിഹാരമായി അതിൻ്റെ മാർഗമായി കണ്ടെത്തേണ്ടത് എന്താണ്? പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന ഇതിലേക്ക് എത്തിക്കാനാണ്. നിനിവേയിൽ യോനായുടെ പുസ്തകത്തിലെ ചാക്കുടുത്ത് ചാരം പൂശുകയല്ല ഈ കാലത്ത് വേണ്ടത്. അന്ന് പഴയ നിയമ ജനത ചെയ്തത് കുഞ്ഞാടിനെയോ കാളക്കുട്ടിയെ കൊല്ലുകയല്ല ഈ കാലത്ത് വേണ്ടത്. നമുക്ക് വേണ്ടി ഒരു പരിഹാര ബലി, നേരായ സത്യമായ ഒരു പരിഹാര ബലി നടന്നിട്ടുണ്ട്. അത് കർത്താവ് തമ്പുരാൻ്റെ കുരിശുമരണം. ആ ബലിയുടെ അനുസ്മരണമാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ നമ്മൾ അനുതാപത്തോടെ അർപ്പിക്കേണ്ടത്, അനുതാപം തന്നെയും കണ്ടെത്തേണ്ടത് എവിടെയാണ്? പരിശുദ്ധ കുർബാനയിൽ. പരിശുദ്ധ കുർബാനയിൽ. പരിശുദ്ധ കുർബാന പാപപരിഹാര ബലിയാണ്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ കൂടെ ഉണ്ടായെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറുകയാണ്. കർത്താവ് തമ്പുരാൻ കുരിശിൽ പാപപരിഹാര ബലി അർപ്പിച്ചല്ലോ, പിന്നെ എന്തിനാണ് എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്നത്? ചോദ്യമാണ്. ഇന്ന് നമുക്കുണ്ടാകുന്ന സംശയങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചും ഉത്തരം പറഞ്ഞും വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കേണ്ട കാലമായി. വി കാൺട്ട് ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. ഞങ്ങളുടെ കാർന്നവന്മാർ അങ്ങനെ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, ഞങ്ങളുടെ പിള്ളേർ ഇങ്ങനെ ചെയ്യണം, പിള്ളേർ ചെയ്യുകയല്ല. അത് നിങ്ങൾ ചോദിക്കും. അപ്പം നമുക്കും അതാണ് പൗലോസ്ലീഹ പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നേരെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഉത്തരം കൊടുക്കാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. ഒഴിഞ്ഞു മാറരുത്. നിർഭാഗ്യവശാൽ നമുക്ക് സംഭവിച്ചത് നല്ല വിശ്വാസികളൊക്കെയാ. ആരാ മോശം? ശാലോം TV കാണുന്നതിൽ ആരാ മോശം? നല്ല വിശ്വാസികളല്ലേ. പക്ഷെ എന്താ പ്രശ്നം? ഈ വിശ്വസിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചോദ്യമുണ്ടായാൽ ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. ചോദ്യം കേട്ടേ, കർത്താവ് തമ്പുരാൻ കുരിശിൽ നമുക്കായി പാപപരിഹാരത്തിൻ്റെ ബലി അർപ്പിച്ചല്ലോ, പിന്നെ എന്തിന് ഇനി എല്ലാ ദിവസവും കുർബാന അർപ്പിക്കണം? എല്ലാ ദിവസത്തെയും ഈ കുർബാന അർപ്പണത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഉത്തരം ഒത്തിരിയുണ്ട്, ഒത്തിരി പറയാനുണ്ട്. നമ്മുടെ ഈ ചെറിയ ടോക്കിൻ്റെ ചെറിയ പരിമിതിയിൽ നിന്നുകൊണ്ടല്ലേ പറയുന്നത്. അതുകൊണ്ട് അത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഒന്ന്, കുരിശു മരണത്തിൻ്റെ തലേന്നാൾ അന്ത്യത്താഴ മേശയിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ കർത്താവ് തമ്പുരാൻ അവൻ്റെ ബലി അർപ്പിച്ചിട്ട് ശിഷ്യന്മാരോട് നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവ് തമ്പുരാൻ്റെ പൗരോഹിത്യം നിത്യമായ പൗരോഹിത്യമാണ്. നിത്യമായ പൗരോഹിത്യമാണെങ്കിൽ ആ പൗരോഹിത്യത്തിൻ്റെ ബലിയർപ്പണം നിത്യമായി നടക്കണം. നിത്യമായി ആ ബലിയർപ്പണം നടക്കാൻ അവൻ എന്ത് സ്ഥാപിച്ചു? അവൻ്റെ പൗരോഹിത്യത്തിൽ അവൻ്റെ ശിഷ്യന്മാരെ പങ്കുചേർത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ നിരന്തരം അർപ്പിക്കണം, ഇത് നിരന്തരം അർപ്പിക്കണം. എന്തുകൊണ്ടപ്പോൾ ചോദ്യം, അപ്പോൾ എന്തുകൊണ്ട് നിരന്തരം അർപ്പിക്കണം? ഉത്തരം എന്താ കാര്യം? എല്ലാ ദിവസവും പാപം സംഭവിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും നമുക്കിടയിൽ നമ്മുടെ ജീവിതത്തിൽ പാപം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ പാപപരിഹാരത്തിൻ്റെ ബലി ഓരോ ദിവസവും അൾത്താരയിൽ അർപ്പിക്കപ്പെടണം. അതിന് വിളിക്കുന്ന പേരാണ് രക്തരഹിതമായ ബലി. രക്തരഹിതമായ ബലി. കാൽവരിയിൽ അവൻ രക്തം കൊണ്ട് ബലി അർപ്പിച്ചെങ്കിൽ ആ ബലിയുടെ അനുസ്മരണമായ ഒരു രക്തരഹിതമായ ബലി കുർബാന നമ്മൾ അർപ്പിക്കുകയാണ്. ഇത് യാക്കോബിൻ്റെ അനാഫ്രയിൽ, നമ്മുടെ കത്തോലിക്ക സഭയിലുള്ളൊരു അനാഫറയാണ് യാക്കോബിൻ്റെ അനാഫറ. സീറോ മലബാർ സഭയിലെ തയദോറിൻ്റെ അനാഫറ, നെസ്തോറിയോസിൻ്റെ അനാഫറ. ഈ അനാഫറകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. കർത്താവേ, രക്തരഹിതമായ ഈ ബലി തിരുമുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. സാധാരണ ബലിയിൽ എന്തുണ്ട്? രക്തമുണ്ട്. പഴയ നിയമത്തിൽ കുഞ്ഞാടിൻ്റെ രക്തം വീണു. ഈശോയുടെ ബലിയർപ്പണത്തിൽ അവൻ്റെ രക്തം വീണു. ഞങ്ങൾ അർപ്പിക്കുന്ന ബലിയിൽ രക്തരഹിതമായ ബലി. എന്താ കാര്യം? എന്നേക്കും രക്തം നീ കാൽവരിയിൽ ചിന്തി. ആ ബലിയുടെ അനുസ്മരണം ഞങ്ങൾ അനുസ്മരിക്കുന്നു. അപ്പോൾ ഓരോ കുർബാന അർപ്പണവും പാപപരിഹാരത്തിൻ്റെ ബലിയർപ്പണമാണ്. പാപം ദിനം പ്രതി ആവർത്തിക്കുന്നത് കൊണ്ട് കുർബാനയും ഓരോ ദിവസവും ആവർത്തിക്കണം. വിശുദ്ധ ജർത്രൂദിന് കർത്താവ് നൽകിയ ഒരു ദർശനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: കുരിശിൽ പിതാവിൻ്റെ തിരുഹിതമനുസരിച്ച് ലോകത്തിൻ്റെ പാപപരിഹാരാർത്ഥം എത്ര സ്നേഹത്തോടും എത്ര ശക്തിയോടും കൂടിയാണോ ഞാൻ എന്നെ തന്നെ
കുരിശാകുന്ന ബലിപീഠത്തിൽ സമർപ്പിച്ചത് അതേ ശക്തിയോടും അതേ സ്നേഹത്തോടും കൂടെ ഓരോ ദിവസവും ഞാൻ അൾത്താരയിൽ നിങ്ങളുടെ പാപപരിഹാരത്തിനായി മുറിക്കപ്പെടുന്നുണ്ടെന്ന്, അങ്ങനെ മുറിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നീ വിശ്വസിക്കണം. ആ ലോജിക്ക് മനസ്സിലാക്കിക്കേ. കുരിശാകുന്ന ബലിപീഠത്തിൽ പിതാവിൻ്റെ തിരുഹിതമനുസരിച്ച് ലോകത്തിൻ്റെ പാപപരിഹാരാർത്ഥം എത്ര സ്നേഹത്തോടും ശക്തിയോടും കൂടിയാണോ ഞാൻ കുരിശിൽ ബലിയർപ്പിച്ചത്, അതേ സ്നേഹത്തോടെ അതേ ശക്തിയോടെ ഓരോ ദിവസവും അൾത്താരയിൽ പാപപരിഹാരാർത്ഥം മുറിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നീ വിശ്വസിക്കണം. അനുദിനമുള്ള കുർബാന അർപ്പണം പാപപരിഹാരത്തിൻ്റെ കുർബാന അർപ്പണമാണ് എന്നോർക്കണേ. അടുത്തൊരു ചോദ്യമുണ്ട്. ഇത് ചോദ്യോത്തര ശൈലിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വന്ന ട്രായ്ക്കൊന്ന് ഓർത്തെടുത്തേ, നമ്മൾ ഇതുവരെ പറഞ്ഞതൊന്ന് ഓർത്തെടുത്തേ. എവിടുന്നാണ് അത് ഈ റിവിഷൻ തരുന്നത് ചുമ്മാ കേട്ടിരുന്ന് പോകരുത്. ഞാൻ വല്ലാണ്ട് കലഹിക്കുന്ന കാര്യമാണത്. ചുമ്മാ കേട്ടിരുന്ന് പോകരുത്, അറിയണം, പഠിക്കണം. തുടങ്ങിയത് നിനിവേ ധ്യാനമാണ്. നിനിവേ ജനം അവരനുദപിച്ച മെത്തേഡ് ഏതാണ്? പരിഹാരം ചെയ്തത് എങ്ങനെയാണ്? ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിച്ചു. പഴയ നിയമ ജനത കുഞ്ഞാടിനെയോ കാളയോ കൊന്ന് രക്തമൊഴുക്കി. പക്ഷെ ഹെബ്രായ ലേഖകൻ പറയുന്നു അതുകൊണ്ടൊന്നും ആയില്ല. അപ്പോൾ പിന്നെ എന്താണ് ശരിക്കുമുള്ള പരിഹാരം? കർത്താവ് കുരിശിൽ ബലിയായി മാറി. അപ്പോൾ നമ്മുടെ ചോദ്യം, കർത്താവ് കുരിശിൽ ബലിയായെങ്കിൽ ഇനി എന്തിനാ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്നത്? രണ്ട് കാര്യം. അവൻ്റെ പൗരോഹിത്യം കുരിശിൽ അവസാനിച്ച പൗരോഹിത്യമല്ല. ഈശോയുടെ പൗരോഹിത്യം നിത്യ പൗരോഹിത്യമാണ്. നിത്യ പൗരോഹിത്യത്തിൽ അവൻ ആരെ ചേർത്തു? ശിഷ്യന്മാരെ പങ്കു ചേർത്തു. അപ്പോൾ ആ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തേക്കണം, ബലി അർപ്പിച്ചേക്കണം. എന്താ ബലിയുടെ സാങ്കത്യം? പാപം ലോകത്തിൽ ആവർത്തിക്കപ്പെടുന്നത് കൊണ്ട്, നമ്മൾ പാപത്തിലേക്ക് ചാഞ്ഞ് ഇരിക്കുന്നത് കൊണ്ട് ആ പാപത്തിൻ്റെ പരിഹാരമായ ബലി നിത്യേന അർപ്പിക്കപ്പെടണം. ജർത്രൂദിന് കർത്താവ് നൽകിയ ദർശനമുണ്ടല്ലോ, ആ വാക്യം ശരിക്കും ധ്യാനിക്കേണ്ടതാണ്. കുരിശാകുന്ന ബലിപീഠത്തിൽ പിതാവിൻ്റെ തിരുഹിതമനുസരിച്ച് എത്ര സ്നേഹത്തോടും ശക്തിയോടും കൂടെയാണോ എന്നെ തന്നെ ഞാൻ ബലിയായി നൽകിയത്, അതേ സ്നേഹത്തോടെ അതേ ശക്തിയോടെ ഓരോ ദിവസവും അൾത്താരയിൽ പാപപരിഹാരാർത്ഥം മുറിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്, ഇച്ഛിക്കുന്നുണ്ടെന്ന് നീ വിശ്വസിക്കണം. അടുത്തൊരു സംശയമുള്ളത്, പാപിക്ക് അനുദപിക്കാൻ തോന്നിയാൽ തന്നെ അങ്ങ് അനുദപിച്ചുകൂടെ? അങ്ങനെ സംശയമുണ്ട്. അതിന് കുർബാന ആവശ്യമുണ്ടോ? ഒരാൾക്ക് അനുദപിക്കണം, പാപപരിഹാരം ചെയ്യണം, അയാൾക്ക് തന്നെ അങ്ങോട്ട് അനുദപിച്ചുകൂടെ? ഒരിക്കലുമില്ല കേട്ടോ. ചിലതൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയെ, മക്കളെ, വാള കുഞ്ഞെ പള്ളിയിലേക്ക് വന്നേ, ഒരു പാപപരിഹാര ബലിയല്ലേ, പാപം ഓർത്ത് അനുദപിച്ചൊന്ന് അർപ്പിച്ചേ. അപ്പോൾ പറയും, എനിക്ക് തോന്നുമ്പോൾ ഞാൻ നിർത്തും, ഞാൻ പാപം നിർത്തും, അതിനിപ്പോൾ എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട, പാപിക്ക് തന്നെ അനുദപിക്കാൻ പറ്റും എന്ന ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ, അട്ടർ ഫൂളിഷ്നെസ് ആണ്. മരിച്ച ഒരാൾക്ക് തന്നെ എഴുന്നേറ്റ് വരാൻ പറ്റുമെന്ന് പറയുന്നത് പോലെയാണ് പാപിക്ക് സ്വയം അനുദപിക്കാൻ കഴിയില്ല. അങ്ങനെ അനുദപിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ പണ്ടേ ചില പാപങ്ങളൊക്കെ സ്വന്തം ഇഷ്ടത്താലെ ഉരിഞ്ഞു മാറ്റില്ലേ? പറ്റില്ല. കർത്താവിൻ്റെ കൃപ കൂടിയേ തീരൂ. ആ കൃപ ലഭിക്കുന്ന ഇടമാണ് ഈ പാപപരിഹാര ബലി, ഈ കുർബാന അർപ്പണം. ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ അവസാനിപ്പിക്കും, ഇങ്ങനെ മനസ്സിലാക്കുകയും, ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ അടുത്തു നിൽക്കുമ്പോഴാണ് നമുക്ക് പാപബോധമുണ്ടാകുന്നത്. അത് വളരെ ഗൗരവത്തോടാണ് കുർബാനയിൽ സംഭവിക്കുന്നത്. കുർബാനയിൽ ഒരു പാപി കുർബാനയിൽ പങ്കെടുക്കാൻ കയറുമ്പോൾ അവന് സംഭവിക്കുന്നത്, ആ ദൈവ സാന്നിധ്യക്ക് അടുത്ത് നിൽക്കുമ്പോൾ അവന് തോന്നലുണ്ടാകും, എനിക്ക് മാറ്റം വരാനുണ്ട്, ഞാൻ പാപിയാണ് എന്ന ബോധ്യം. അതേസമയം പള്ളി കയറാതെയും കുർബാന അർപ്പിക്കാതെയും വചനം വായിക്കാതെയും വചനം കേൾക്കാതെയും ഒരു നിശ്ചിത ദൂരത്തിലൂടെ നടക്കുന്നവന് ഒരു പാപബോധം ഉണ്ടാകില്ല. അതെന്താ കാര്യം? ദൈവ സാന്നിധ്യത്തിൻ്റെ ചാരത്തേക്ക് വരുമ്പോൾ അതുകൊണ്ടല്ലേ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച, മീൻ കിട്ടാതെ വലഞ്ഞ പത്രോസിൻ്റെ അടുത്തേക്ക് ഈശോ വന്നിട്ട് പറയുകയാണ്, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. വലയിട്ടു, 2 വള്ളം നിറയെ മീൻ കിട്ടി. 2 വള്ളം നിറയെ മീനുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളാണെങ്കിൽ ചിന്തിച്ച് നോക്കിയേ, സാധാരണ മനസ്സോടെ പറഞ്ഞു നോക്കിക്കേ, നമ്മളാണെങ്കിൽ ഓടി വന്ന് ഈശോയോട് പറയാൻ സാധ്യതയുള്ള കാര്യം എന്താ? നമ്മുടെ ബുദ്ധി വെച്ച് പറ. ഈശോയോട് പറയാൻ സാധ്യതയുള്ള കാര്യം എന്താ? നമ്മൾ പറയാൻ സാധ്യതയുള്ളത്, നാളെയും വരണേ, കാരണം ഈ കളി കൊള്ളാം,
സാധാരണ ഒരു വള്ളത്തിൻ്റെ മൂലയ്ക്ക് കിട്ടാനുള്ള മീനെ കിട്ടാറുള്ളൂ. ഇത് വന്നൊരു ഡയലോഗ് അടിച്ചപ്പോൾ 2 വള്ളം നിറയെ മീൻ കിട്ടിയെങ്കിൽ നാളെയും വരണേ. പക്ഷെ അല്ല, അങ്ങനെ പറഞ്ഞില്ല പത്രോസ്. നമ്മളെ കൊണ്ടും അങ്ങനെയൊന്നും പറയാൻ പറ്റുകയില്ല. അങ്ങനെ പറയാമെന്ന് വിചാരിച്ചാൽ കൂടി പത്രോസ് പറഞ്ഞത്, കർത്താവേ ഞാൻ പാപിയാണ്, കർത്താവേ ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണേ. ഈ വാക്യം ഓർത്ത് വെച്ചേ. ദൈവ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നമ്മളിൽ പാപബോധമുണ്ടാകും. ദൈവ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നമ്മളിൽ പാപബോധം ഉണ്ടാകും. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന അതാണ്. വിശുദ്ധ കുർബാനയിലേക്ക് ഒരു പാപി വന്നു കയറി ആ കുർബാന അർപ്പണത്തിൽ അവൻ പങ്കുചേരുമ്പോൾ അവൻ ഉണ്ടാകുന്നത്, അവൻ അറിയാതെ അവൻ്റെ ഉള്ളിൽ ചൂടുപിടിക്കും, പാപബോധം തപിക്കും, അനുതാപം ഉണ്ടാകും. ഇതിനെക്കുറിച്ച് ഒരു പൂർവകാല പഴയകാല സന്യാസിയായ പോൾ ദ സിമ്പിൾ എന്ന ഒരു സന്യാസ വര്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെയാണത്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കുർബാന അർപ്പണം നടക്കുമ്പോൾ ഇദ്ദേഹം പുറത്തു വന്ന് നിൽക്കും. നമ്മൾ ഹന്നാൻ വാതുക്കലില്ലേ, അവിടെ വന്ന് നിൽക്കും. അവിടെ വന്ന് നിന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേക ഗിഫ്റ്റ് കർത്താവ് കൊടുത്തിട്ടുണ്ട്. അതായത് കുർബാനയ്ക്ക് വരുന്നവരെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് അവരുടെ പാപാവസ്ഥ മനസ്സിലാകും. എന്നിട്ട് ഇദ്ദേഹം അവിടെ വെച്ച് ഇവരെ ഒരുക്കും, കുർബാനയ്ക്ക് ഒരുക്കും. ഇത് ഇദ്ദേഹത്തിന് പ്രത്യേക സിദ്ധിയായിരുന്നു, ഒരു ഗിഫ്റ്റാണ് ഈ പോൾ ദ സിമ്പിൾ എന്ന സന്യാസിക്ക്. ഒരു ദിവസം ഇദ്ദേഹം ഈ ദേവാലയത്തിൻ്റെ ഹന്നാൻ വാതിൽക്കൽ പുറത്തു വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഇദ്ദേഹം കണ്ടു ഒരു മനുഷ്യൻ നടന്നു വരികയാണ്. ഈ മനുഷ്യൻ്റെ ചുറ്റും ഈ പിശാചുക്കളുടെ കൂട്ടം ഇയാളെ ആവരണം ചെയ്ത് വരികയാണ്. കറുത്തിരുണ്ട രൂപങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ചുറ്റും ഇയാൾക്ക് മാത്രം കാണാൻ പറ്റും. സ്പിരിച്വൽ ഐസ് ആണ് ഇദ്ദേഹത്തിൻ്റെത്. ആത്മീയ നേത്രങ്ങൾ കൊണ്ട് ഇയാൾ കാണുന്നു. പിശാചുക്കൾ ഇയാളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നു. ഒപ്പം ഇയാൾ കാണുന്നു കുറച്ച് പുറകോട്ട് മാറി ഇദ്ദേഹം നടന്നു വരുമ്പോൾ പുറകോട്ട് മാറി ഇദ്ദേഹത്തിൻ്റെ കാവൽ മാലാഖ വിലപിച്ചുകൊണ്ട് പുറകെ നടന്നു വരുന്നു. ഈ കാഴ്ച ഇദ്ദേഹം കണ്ടു. ഇത് കണ്ട നേരം തൊട്ട് ഇയാൾ വലിയ വായിലെ കരയാൻ തുടങ്ങി. ഈ പോൾ ദ സിമ്പിൾ, പോൾ ദ എളിയവനായ പോൾ എന്ന ഈ സന്യാസി ഇദ്ദേഹം കരയാൻ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ ഈ മനുഷ്യൻ പള്ളിയകത്തേക്ക് പോയി. പള്ളിയകത്ത് പോയി കുർബാന കൂടി പുറത്തിറങ്ങി വരുമ്പോൾ ഈ പോൾ ദ സിമ്പിൾ എന്ന ഈ സന്യാസി കാണുന്ന കാഴ്ച, ഇദ്ദേഹത്തെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കാവൽ മാലാഖ, ശുഭ്രവസ്ത്രധാരിയായ കാവൽ മാലാഖ ഇദ്ദേഹത്തെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന കാഴ്ച ഇദ്ദേഹം കാണുകയാണ്. അപ്പോൾ ഇദ്ദേഹം ആർത്ത് ചിരിച്ച് സന്തോഷിക്കുകയാണ്, ഇപ്പോൾ ദ സിമ്പിൾ. എന്നിട്ട് ഇദ്ദേഹത്തോട്, ഈ കൺസേൺഡ് ആയിട്ടുള്ള മനുഷ്യനോട് ഇദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ച്, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്ക്, ഇത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയാണ്, ഞാൻ പാപത്തിലായിരുന്ന മനുഷ്യനാണ്, കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്തേക്ക് വന്നപ്പോൾ പാപബോധം ഉണരുകയും ഞാൻ തിന്മയെ തള്ളിപ്പറയുകയും ചെയ്തു എന്ന്. പ്രിയമുള്ളവരെ, നമ്മളിന്ന് കേട്ടതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തേ. ഇതിൻ്റെ ബാക്കിയായിട്ട് കുറച്ചധികം ചോദ്യങ്ങളിലേക്ക് നമ്മൾ നാളെ പ്രവേശിക്കും. എങ്ങനെയാണ് ഈ പാപബോധം ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ലഘുപാപങ്ങളിൽ നിന്നുള്ള മോചനം കിട്ടുന്നുണ്ടോ? മാരക പാപങ്ങളിൽ നിന്നുള്ള മോചനം കിട്ടുന്നുണ്ടോ? അനുതാപമില്ലാത്തൊരു പാപി, അനുതാപമില്ല, നന്നാകണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാൾ കുർബാനയിൽ പങ്കെടുത്താൽ വല്ല വ്യത്യാസവും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ? അത്തരം ചോദ്യങ്ങൾ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ളത്. കുർബാന, അപ്പം ഞാൻ പറഞ്ഞില്ല, ഈ 3 ദിവസം നമ്മുടെ തീം ഇത്രയേ ഉള്ളൂ. കുർബാന എപ്രകാരം പാപപരിഹാര ബലിയാകുന്നു. നമ്മൾ തുടങ്ങിയത് യോന, നിനിവേക്കാരുടെ അനുതാപം, പഴയ നിയമത്തിൻ്റെ പാപപരിഹാര ബലി, അതിൻ്റെ അപൂർണതയെക്കുറിച്ചുള്ള ഹെബ്രായ ലേഖകൻ്റെ വിവരണം, കർത്താവിൻ്റെ കുരിശുമരണം, അതെന്തുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ആവർത്തിക്കുന്നു. 2 കാരണങ്ങൾ. ഈശോയുടെ പൗരോഹിത്യം നിത്യ പൗരോഹിത്യമാണ്, കാൽവരിയിൽ നിലച്ചു പോയ പൗരോഹിത്യമല്ല. 2, പാപം ഓരോ ദിവസവും ആവർത്തിക്കപ്പെടുന്നത് കൊണ്ട് കുർബാന ഓരോ ദിവസവും ആവർത്തിക്കപ്പെട്ടേ പറ്റൂ എന്ന് ഓർക്കുക. ജർത്രൂദിന് ലഭിച്ച ദർശനം ഓർക്കുക. ഒടുക്കം നമ്മൾ പറഞ്ഞ ഈ ദൈവ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ പാപബോധമുണ്ടാകും. ഇന്ന് ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഈ പ്രാർത്ഥന ഉണ്ടാകട്ടെ, കർത്താവേ, നിൻ്റെ സാന്നിധ്യം പാപബോധം ഞങ്ങളിൽ ഉണർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.
അണയും പാവന നിമിഷമിതാ തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ മമനാഥന് സ്തുതി പാടിടം മനവീണകൾ മിട്ടിപ്പാടിടം മമനാഥന് സ്തുതി പാടിടം മനവീണകൾ മിട്ടിപ്പാടിടാം നാഥാ വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ എന്നിൽ നിറയണമേ. എൻ ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേകിടുന്നു എൻ ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേകിടുന്നു എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിൽ അർപ്പിക്കുന്നു എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിൽ അർപ്പിക്കുന്നു നാഥാ വരേണമേ സൗഖ്യം തരേണമേ നാഥാ വരേണമേ സൗഖ്യം തരേണമേ. പരിശുദ്ധനായവനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, തിരുമുമ്പാകെ ആരാധനയോടെ ആയിരിക്കുവാൻ നീ ഞങ്ങൾക്ക് നൽകുന്ന അവസരത്തെ ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി പറയുന്നു. ഈശോ, പ്രത്യേകമായി നിനിവേ ധ്യാനത്തിൻ്റെ 1-ാം നാൾ 3 നോമ്പെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ 1-ാം നാൾ കർത്താവേ, നിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോ, നാഥ വരേണമേ, എന്നിൽ നിറയണമേ. കർത്താവേ, കേവലം നിന്നെ കണ്ട് ആരാധിച്ച് തീർന്നു പോകുന്നവരാകാതെ ഈ കാഴ്ചയും ഈ ആരാധനയും ആത്യന്തികമായി ഞാൻ നിന്നിൽ ലയിക്കുന്ന അനുഭവത്തിലേക്ക്, നീ എന്നിൽ നിറയുന്ന അനുഭവത്തിലേക്ക് എന്നെ ഉയർത്തട്ടെ. കർത്താവേ, അത് തന്നെയല്ലേ നീയും ആഗ്രഹിച്ചത്? ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഫലം പുറപ്പെടുവിക്കും. കർത്താവേ, വിശുദ്ധിയുടെ ഫലങ്ങൾ ഞാൻ പുറപ്പെടുവിക്കുവാൻ നീ എന്നിൽ നിറയണമേ, ഞാൻ നിന്നിൽ ലയിക്കട്ടെ. ദൈവജനമേ, കരങ്ങൾ ചെറുതായി ഉയർത്തിപ്പിടിച്ച് നമുക്കൊരുമിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. നാഥാ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ. ഈശോയേ, എന്നിൽ നിറയണമേ. കർത്താവേ,
കർത്താവേ ആരാധന. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ. ഈശോയെ, പാപപരിഹാരാർത്ഥം പഴയ നിയമ ജനത കുഞ്ഞാടിനെയും കാളക്കുട്ടിയെയും കൊന്ന് രക്തബലി, പരിഹാരത്തിൻ്റെ ബലി അർപ്പിച്ചിരുന്നല്ലോ. പക്ഷെ അതിനൊന്നും മനുഷ്യരുടെ പാപങ്ങളെ തുടച്ചു നീക്കാൻ ശേഷിയില്ലായിരുന്നല്ലോ. ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട ബലി കുഞ്ഞാടേ, പാപപരിഹാരത്തിൻ്റെ ബലി കുഞ്ഞാടേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്റെ പൗരോഹിത്യം കേവലം സഹിയനൂട്ടുശാലയിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്താൽ നീ കുർബാന അർപ്പിച്ചപ്പോൾ തീർന്നു പോയതല്ലെന്ന്, കാൽവരിയിലെ ബലിയർപ്പണത്തിൽ തീർന്നു പോയതല്ലെന്ന്, നിത്യമായ പൗരോഹിത്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണല്ലോ കർത്താവേ, നിന്റെ ബലി അർപ്പിക്കാൻ ശിഷ്യന്മാരെ നിയോഗിച്ച് നിന്റെ പൗരോഹിത്യത്തിൽ നീ അവരെ പങ്കുചേർത്തത്. കർത്താവേ, ഓരോ ദിവസവും അൾത്താരയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ജർത്രൂദിന് നൽകിയ ദർശനത്തിലൂടെ നീ പറഞ്ഞ വാക്കുകൾ, കാൽവരി മലയുടെ നെറുകയിൽ കുരിശാകുന്ന ബലിപീഠത്തിൽ പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റിക്കൊണ്ട് എത്ര സ്നേഹത്തോടും എത്ര ശക്തിയോടും കൂടെ ഞാൻ ബലിയർപ്പിച്ചോ, അതേ സ്നേഹത്തോടെ അതേ ശക്തിയോടെ ഓരോ ദിവസവും ബലിപീഠത്തിൽ ജനത്തിൻ്റെ പാപപരിഹാരാർത്ഥം മുറിക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുവെന്ന്. കർത്താവേ, ദിവസേന ഞങ്ങളിൽ പാപം സംഭവിക്കുന്നത് കൊണ്ട് ആ പാപത്തിൻ്റെ പരിഹാരമായി കുർബാന അർപ്പിക്കപ്പെടണമെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഈശോ, ഓരോ പ്രഭാതത്തിലും അൾത്താരയിൽ ഞങ്ങൾക്കായി മുറിക്കപ്പെടുന്ന രക്തരഹിതമായ കുർബാന അർപ്പിക്കപ്പെടുന്ന ഇടം, ഈശോ നിനക്ക് ആരാധന. കർത്താവേ, ഞങ്ങൾ കേട്ട് പ്രാർത്ഥിച്ചത് ദൈവസാന്നിധ്യത്തിൻ്റെ ചാരത്ത് ഞങ്ങളിൽ പാപബോധം ഉണരുമെന്നാണല്ലോ. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ തണലിലേക്ക് കയറി നിൽക്കുന്നവർക്ക് പാപബോധം ഉണരുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. പത്രോസിൽ നിന്ന് ഞങ്ങളിത് മനസ്സിലാക്കി. കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണെന്ന് പറഞ്ഞ കർത്താവേ, ഏശയ്യായ്ക്കും സമാനമായ അനുഭവം ഉണ്ടാകുന്നതായി ഞങ്ങൾ അറിയുന്നു. ദൈവദർശനം കിട്ടിയവൻ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം, ഉന്നതമായ സിംഹാസനത്തിൽ കർത്താവിരിക്കുന്നത് ഏശയ്യാ കണ്ടു. ആ കാഴ്ച കണ്ടപാടെ ഏശയ്യാ വിലപിക്കുകയാണല്ലോ, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് ഞാൻ. കർത്താവേ, നിന്റെ സാന്നിധ്യം, ഈ ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാന ഞങ്ങളിൽ
പാപബോധം ഉണർത്തട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഈ കുർബാന വെളിച്ചം വീശട്ടെ. മാനസാന്തരത്തിൻ്റെ തുടക്കം സംഭവിക്കട്ടെ. ഈശോ, തിരുമുമ്പാകെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പറഞ്ഞത് ശരിയായില്ല, ചെയ്ത പ്രവർത്തികൾ ശരിയായില്ല, ചിന്തിച്ചത് തെറ്റായിപ്പോയി. മറ്റാരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഞങ്ങൾക്കത് തോന്നില്ല. ഞങ്ങൾ നോക്കുമ്പോൾ അവരെക്കാൾ ഭേദമാണല്ലോ ഞങ്ങളെന്നേ ഞങ്ങൾ വിചാരിക്കൂ. തിരുമുമ്പാകെ ഞങ്ങൾ നിൽക്കട്ടെ. പരിശുദ്ധ കുർബാനയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് കൂടട്ടെ. ആ നേരത്ത് ഞങ്ങൾ തിരിച്ചറിയും, തിരുഹിതമാണെന്ന് വിചാരിച്ച് ചെയ്തതൊന്നും തിരുഹിതമല്ലായിരുന്നുവെന്ന്. ദൈവേഷ്ടമാണെന്ന് കരുതി നീ ചെയ്തതെല്ലാം ദൈവേഷ്ടമല്ലായിരുന്നെന്ന് അറിയുക. ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ ത്യജിച്ചിടുവിൻ. കർത്താവ് അത് പറയുമ്പോൾ ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് യു റിട്ടേൺ ടു മീ. എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള സമയം വൈകുകയാണ്. ഇന്നെങ്കിലും മതിയായില്ലേ? അലഞ്ഞുമോടിയും മതിയായില്ലേ? ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ ത്യജിച്ച് സ്വർഗീയ വഴിയെ, കുർബാന തെളിയിച്ചു തരുന്ന വഴിയെ നമുക്ക് നടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവേഷ്ടമാണെന്നു കരുതി നീ ചെയ്തതെല്ലാം ദൈവേഷ്ടമല്ലായിരുന്നെന്നറിഞ്ഞിടുവിൻ. സമ്പാദ്യമാണെന്നു കരുതിയ നേട്ടമെല്ലാം സൗഭാഗ്യമേകില്ല എന്നോർത്തു മനം തുറക്കൂ. ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ തിരിച്ചിടുവിൻ. സ്വർഗീയ വഴി ചരിച്ചിടുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാൻ ഒരുങ്ങിടുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാൻ ഒരുങ്ങിടുവിൻ. ഈശോയെ, ശരിയായ ഒരുക്കമില്ലാതെ കുർബാന അർപ്പിച്ച നേരങ്ങളെ ഓർത്തും ഞങ്ങൾ ഈ നേരത്ത് അനുദപിക്കുന്നു. പ്രത്യേകിച്ച് വെറുപ്പിലും വിദ്വേഷത്തിലും കുർബാന അർപ്പിച്ച നേരങ്ങൾ. കായേനോട് ദൈവമേ നീ ചോദിച്ച ചോദ്യം ഞങ്ങളുടെ കാതുകളിലും മുഴങ്ങുന്നുണ്ട്. നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരൻ എവിടെ? സഹോദരന് ഇടമില്ലാത്ത ബലിയർപ്പണങ്ങളൊന്നും സ്വീകാര്യമല്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. കർത്താവേ, അത് തന്നെ നീയും പറഞ്ഞിട്ടുണ്ടല്ലോ. നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടെന്നിരിക്കെ ബലിവസ്തുക്കൾ അവിടെ ബലിപീഠത്തിങ്കൽ വെച്ചിട്ട് രമ്യപ്പെട്ട് തിരികെ വന്ന് കുർബാന അർപ്പിക്കുക.
ഈശോയേ, ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയും പരിശുദ്ധ കുർബാനയ്ക്കായി മുടക്കമില്ലാതെ ഞങ്ങൾ അണയുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ വെറുപ്പിന്, വിദ്വേഷത്തിന് പഞ്ഞമില്ല കർത്താവേ. കുർബാനയിലെ ആദ്യ ഗീതത്തിൽ തന്നെ അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കാമെന്ന ഗീതത്തെ ഞങ്ങൾ ഒരുമിച്ച് പാടുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ രമ്യപ്പെടലിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു പുതിയ ബലിപീഠം ഒരുക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ട്. കലഹത്തിൻ്റെ, അനിഷ്ടത്തിൻ്റെ അതേ പഴയ ബലിപീഠത്തിലായി പോകുന്നു കർത്താവേ ഞങ്ങളുടെ ബലിയർപ്പണങ്ങൾ പലതും. ഈശോ, ഓരോ തവണ തിരുസാന്നിധ്യത്തിൻ്റെ മുമ്പാകെ വരുമ്പോഴും ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടെ, വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടെ അനുരഞ്ജിതരായി തീർന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുസാന്നിധ്യം, ദൈവസാന്നിധ്യം ഞങ്ങളിൽ പാപബോധം ഉണർത്തുന്നല്ലോ. ഈ തിരിച്ചറിവ് അർപ്പിച്ച കുർബാനകളിൽ വന്നുപോയ വീഴ്ച തിരിച്ചറിഞ്ഞ് എളിമപ്പെട്ട് നിന്നെ ഞങ്ങൾ ആരാധിക്കട്ടെ. ബലിവേദിയിൽ വന്നു നിൽക്കുമേ നിമിഷവും നിൻ മനസ്സിൽ വെറുപ്പും വിരോധവും നിറഞ്ഞിടുകിൽ സംപ്രീതനാകില്ല നാഥനേ കാഴ്ചകളിൽ സ്വീകാര്യമാകില്ല നിന്നുടെ യാഗാർപ്പണം. ഇന്നെങ്കിലും ഇനിയെങ്കിലും അനുരഞ്ജനത്തിൻ വഴി തേടുവിൻ. സന്തോഷമായി വന്നു ബലിയേകുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാൻ ഒരുങ്ങിടുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാൻ ഒരുങ്ങിടുവിൻ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ, കർത്താവേ ഞങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ കേൾക്കുന്ന വചനം ദിവ്യകാരുണ്യത്തിന് ചുവട്ടിരിക്കുന്ന നേരം ഞങ്ങളിൽ മാറ്റങ്ങൾക്ക് കാരണമാകട്ടെ. പ്രത്യേകമായി ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ചില പാപക്കെണികളിൽ നിന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കട്ടെ. ചില പാപ ചായ്വുകളാൽ ഞങ്ങൾ വലയുന്നുണ്ട് കർത്താവേ, അതിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ ഒരു വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം സാധ്യമാകട്ടെ. ദൈവജനമേ, ഈ നിയോഗങ്ങളോടുകൂടെ വിശുദ്ധീകരണത്തെ നിയോഗമാക്കി വെച്ച് കുടുംബത്തിൻ്റെ, വ്യക്തിയുടെ, സഭയുടെ വിശുദ്ധീകരണത്തെ നിയോഗമാക്കി വെച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. നാഥാവരേണമേ സ്നേഹം പകരണമേ
നാഥാ വരേണമേ. സ്നേഹം പകരണമേ. നാഥാ വരേണമേ. സ്നേഹം പകരണമേ. നാഥാ വരേണമേ. സ്നേഹം പകരണമേ. നാഥാ വരേണമേ. സ്നേഹം പകരണമേ.